നമസ്കാരം. അമേരിക്കൻ സ്വപ്നങ്ങളുമായി ട്രക്ക് സ്റ്റിയറിംഗുകൾ പിടിച്ച ആയിരക്കണക്കിന് ഇന്ത്യൻ ഡ്രൈവർമാരുടെ ജീവിതം ഇപ്പോൾ ഒരു നൂൽപ്പാലത്തിലാണ്. കാലിഫോർണിയയിലെ മോട്ടോർ വാഹന വകുപ്പ് ജനുവരി 5 മുതൽ നടപ്പിലാക്കുന്ന വിചിത്രമായൊരു നിയമം മൂലം ഏകദേശം 21,000 വാണിജ്യ ലൈസൻസുകൾ റദ്ദാക്കപ്പെടാൻ പോകുന്നു. സ്വന്തം പിഴവുകൾ തിരുത്തുന്നതിന് പകരം കാലാകാലങ്ങളായി അധ്വാനിക്കുന്ന പ്രവാസികളുടെ ഉപജീവന മാർഗം തകർക്കാൻ അധികൃതർ തുനിഞ്ഞിറങ്ങിയത് എന്തിനാണ്? വെറുമൊരു ക്ലറിക്കൽ പിഴവിന്റെ പേരിൽ മാത്രം ഒരു വലിയ ജനവിഭാഗത്തിന്റെ തൊഴിലവകാശങ്ങൾ ഇല്ലാതാകുമോ? ഈ പ്രതിസന്ധി മറികടക്കാൻ ട്രക്ക് ഡ്രൈവർമാർ കോടതിയെ സമീപിച്ചതോടെ കാലിഫോർണിയൻ നിരത്തുകളിൽ വരാനിരിക്കുന്നത് വലിയൊരു നിയമ പോരാട്ടമാണ്. അമേരിക്കൻ ട്രക്കിംഗ് വ്യവസായത്തിന്റെ നട്ടെല്ലായ സിഖ് ഡ്രൈവർമാരെ പ്രതിസന്ധിയിലാക്കിയ ഈ നീക്കത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാലിഫോർണിയ ആയിരക്കണക്കിന് വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാൻ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ ഇന്ത്യക്കാരായ ട്രക്ക് ഡ്രൈവർമാർ തങ്ങളുടെ ജോലി നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴികൾ തേടുകയാണ്. ഇതിന്റെ ഭാഗമായി ട്രക്ക് ഡ്രൈവർമാർ കാലിഫോർണിയയിലെ മോട്ടോർ വാഹന വകുപ്പിനെതിരെ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു. തങ്ങളുടെ ഉപജീവന മാർഗം അപകടത്തിലാണെന്നും ഇത് തങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങളെ ലംഘിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ട്രക്ക് ഡ്രൈവർമാരുടെ നടപടി. 2026 ജനുവരി 5 മുതൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കാനാണ് കാലിഫോർണിയയുടെ തീരുമാനം. ഇക്കഴിഞ്ഞ നവംബർ മാസം 6-ാം തീയതി കാലിഫോർണിയ മോട്ടോർ വാഹന വകുപ്പ് 60 ദിവസത്തിനകം ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഏകദേശം 17,000 വാണിജ്യ ട്രക്ക് ഡ്രൈവർമാർക്ക് നോട്ടീസ് നൽകി. യുഎസിൽ നിയമപരമായി താമസിക്കാൻ അനുവാദമുള്ള കാലയളവിനപ്പുറം ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധി വരുന്നതിനാലാണ് ഈ റദ്ദാക്കലെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസിൽ പറയുന്നത്. നവംബറിൽ 20,000-ത്തിലധികം ഡ്രൈവർമാർക്ക് നോട്ടീസ് ലഭിച്ചു. പിന്നീട് ഏകദേശം 21,000-ആയി ഉയർന്നു. മോട്ടോർ വാഹന വകുപ്പിനുണ്ടായ ക്ലറിക്കൽ പിഴവുകൾ മൂലമാണ് നിയമപരമായി താമസിക്കാൻ അനുവാദമുള്ള കാലയളവിനപ്പുറം ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധി വന്നതെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. ഇത്തരം തെറ്റുകൾ സംഭവിക്കുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് സ്വയം കാലാവധി തിരുത്തുകയോ ഡ്രൈവർമാർക്ക് തിരുത്തിയ ലൈസൻസുകൾക്കായി വീണ്ടും അപേക്ഷിക്കാൻ അനുവദിക്കുകയോ ചെയ്യണമെന്നാണ് പറയപ്പെടുന്നത്. സിഖ് കോalitionനും ഏഷ്യൻ ലോ കോക്കസും ചേർന്ന് 5 ട്രക്ക് ഡ്രൈവർമാരുടെ പേരിലാണ് ക്ലാസ് ആക്ഷൻ കേസ് ഫയൽ ചെയ്തത്. ഇത് സംസ്ഥാനത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഡ്രൈവർമാരെ പ്രതിനിധീകരിക്കും. ലൈസൻസ് റദ്ദാക്കുന്നത് നിർത്തിവെക്കാൻ ഡ്രൈവർമാർ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതി ഇടപെട്ടില്ലെങ്കിൽ ഈ സാഹചര്യം ഒരു ദുരന്തമായി മാറാമെന്നാണ് അസോസിയേഷൻ പറയുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അവരുടെ വരുമാന മാർഗം നഷ്ടപ്പെടും. മോട്ടോർ വാഹന വകുപ്പ് ഫെഡറൽ സർക്കാരിന്റെ സമ്മർദ്ദത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ട്രംപ് ഭരണകൂടം കുടിയേറ്റക്കാർക്ക് വാണിജ്യ ലൈസൻസുകൾ നൽകുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും കാലിഫോർണിയ, ന്യൂയോർക്ക് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ ഫണ്ട് നിഷേധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇനി നോൺ റെസിഡന്റ് കൊമേഴ്ഷ്യൽ ഡ്രൈവർ ലൈസൻസുകൾ നൽകുകയോ പുതുക്കുകയോ ചെയ്യില്ലെന്നാണ് കാലിഫോർണിയ മോട്ടോർ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ലൈസൻസുകൾ റദ്ദാക്കപ്പെടുന്ന ഡ്രൈവർമാർക്ക് പരിഹാരങ്ങളൊന്നും അധികൃതർ ഇതുവരെ വാഗ്ദാനം ചെയ്തിട്ടില്ല. അമേരിക്കയിലെ ട്രക്കിംഗ് വ്യവസായത്തിന്റെ നട്ടെല്ലാണ് പഞ്ചാബി സിഖ് ട്രക്ക് ഡ്രൈവർമാർ. പലരും അമേരിക്കയിൽ അഭയം തേടി പിന്നീട് ട്രക്കിംഗ് ഒരു സ്ഥിര വരുമാന മാർഗമായി തെരഞ്ഞെടുത്തവരാണ്. ഏകദേശം 7.5 ലക്ഷം പഞ്ചാബി സിഖുകാർ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം 1.5 ലക്ഷം പേർ ട്രക്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നു. ഈ വർഷം ആദ്യം ഫ്ലോറിഡയിലുണ്ടായ ദാരുണമായ അപകടത്തെ തുടർന്നാണ് കാലിഫോർണിയ നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസുകളിൽ ഫെഡറൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയത്. അമേരിക്കയിൽ നിയമപരമായി താമസിക്കാൻ അനുവാദം ഇല്ലാതിരുന്ന ഇന്ത്യക്കാരനായ സിഖുകാരൻ ഓടിച്ച ട്രക്ക് അശ്രദ്ധമായ യൂടേൺ എടുത്ത് 3 പേരുടെ ജീവൻ കവർന്നിരുന്നു. ഇതിനുശേഷം സംസ്ഥാന ലൈസൻസിംഗ് നിയമങ്ങളെ കുറിച്ച് അവലോകനം നടത്താൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടു. കാലിഫോർണിയ, വാഷിംഗ്ടൺ, ടെക്സസ് തുടങ്ങിയ 7 സംസ്ഥാനങ്ങളിൽ ലൈസൻസിംഗ് മാനദണ്ഡങ്ങൾ ദുർബലമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് കാലിഫോർണിയയ്ക്കുള്ള ഫെഡറൽ ഫണ്ട് തടയുമെന്ന് ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി അറിയിച്ചിരുന്നു. കാലിഫോർണിയയിലെ ഈ പ്രതിസന്ധിക്ക് പിന്നിൽ ട്രംപ് ഭരണകൂടത്തിന്റെ വിവേചനപരമായ കുടിയേറ്റ നയങ്ങളാണെന്നുള്ളത് വ്യക്തമാണ്. ഒരാൾ ചെയ്ത തെറ്റിന് ഒരു വലിയ സമൂഹത്തെ തന്നെ ശിക്ഷിക്കുന്നത് ഒട്ടും നല്ലതല്ല. എത്രയോ പേര് ഈ വരുമാനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തെയും കുടുംബത്തെയും എല്ലാം ഇത് നന്നായി ബാധിക്കും. ഫെഡറൽ ഫണ്ട് തടയുമെന്ന ഭീഷണി ഉയർത്തി സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന ട്രംപ് സർക്കാരിന്റെ നിലപാട് പാവപ്പെട്ട തൊഴിലാളികളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ചവിട്ടിമെതിക്കുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ പിഴവുകൾക്ക് സാധാരണക്കാരായ ഡ്രൈവർമാരെ ശിക്ഷിക്കുന്നത് നീതിയല്ല. കുടിയേറ്റക്കാരോടുള്ള ശത്രുതാപരമായ സമീപനം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ട്രക്കിംഗ് മേഖലയെ തകർക്കാനേ ഉപകരിക്കൂ. വെറും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മനുഷ്യാവകാശങ്ങളെയും ഉപജീവനത്തെയും പന്താടുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ഈ തന്ത്രങ്ങൾ ആധുനിക ജനാധിപത്യത്തിന് ഒട്ടും ചേർന്നതല്ല. കോടതിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രവാസി കുടുംബങ്ങൾ തെരുവിലാകുമെന്നത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.